നമസ്കാരം. നമുക്കറിയാം KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കേരള PSC നടത്തുന്ന ഏറ്റവും ഉന്നതമായ ഒരു പരീക്ഷയുടെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ KAS പരീക്ഷയിൽ 2020 നടന്ന ചില ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം സ്റ്റാൻഡേർഡ് പുലർത്തിയ എക്സാം ആയിരുന്നു അന്ന് നടത്തിയതും. അതിലെ മാത്സ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ 325 എന്നതിനെ 105 എന്നും അതേസമയം 436നെ 137 എന്നും എഴുതാമെങ്കിൽ 547നെ 169 എന്നും എഴുതാം എങ്കിൽ 258ന്റെ കോഡ് എന്താണെന്നാണ് ചോദ്യം. ഈ 325 ഇതിനെ നമുക്ക് എങ്ങനെ 105ലേക്ക് എത്താമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ 325ന്റെ ആദ്യത്തെ രണ്ട് അക്കം 3ഉം 2ഉം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഇനി ഈ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ 5 + 2 7, 7 + 3 10 കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. ഇത് രണ്ടും കൂടി ചേർത്ത് വച്ചതാണ് 325. ഇത് 436ന് ശരിയാവുന്നൂടി നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. 436നെ സംബന്ധിച്ചിടത്തോളം അവസാന സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 4ഉം 3ഉം കൂടെ കൂട്ടണം. 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ 7 അവസാന പദമായി. ഇനി ഈ സംഖ്യ എല്ലാം കൂടി കൂട്ടിയാൽ, ഈ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ 6 + 3 9, 9 + 4 13. അത് ചേർക്കുമ്പോൾ നമുക്ക് 137 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 258 എന്ന് എഴുതി നോക്കിയാലോ. 258നെ 2ഉം 5ഉം കൂടി കൂട്ടിയാൽ 2 + 5 7 അവസാന അക്കം 7 ആണെന്ന് മനസ്സിലായി. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കൈ കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാലോ. 8 + 5 13, 13 + 2 15, 157 ആണ് ഇതിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ചോദ്യമാണ്. പൊതുവിൽ PSC പരീക്ഷകളിൽ നമ്മൾ കാണാത്ത ഒരു ടൈപ്പ് ചോദ്യമാണിത്. എന്നാൽ SSCക്കും ബാങ്ക് മുതലായ പരീക്ഷകൾക്ക് സ്ഥിരമായ ഒരു ചോദ്യവുമാണ്. ഇവിടെ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റുമായിട്ട് 6 പേരിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ 6 പേരെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 5 6. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതുൽ എന്ന് പറയുന്നത് ബിനോയുടെ ഫ്രണ്ടിലായിട്ടിരിക്കുന്നു. നമുക്കറിയാം ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റില് ഒരാളോട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ട് വരണമെങ്കിൽ ആ ആള് മറ്റേ ആളിനോട് വിപരീതം ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇതാണ് അതുലിന്റെ സ്ഥാനമെങ്കിൽ ബിനോയ് വരുന്നത് ഇവിടെ ആയിരിക്കും. ബിനോയുടെ സ്ഥാനം ഇതാണ്. അടുത്ത സെന്റൻസ് പറയുന്നത് ഏലിയാസ് എന്ന് പറയുന്നത് അതുലിനും ഡേവിഡിനും ഇടയ്ക്കിരിക്കുന്നു. അപ്പൊ അതുല് ഇവിടെയാണെങ്കിൽ ഇനി ഇത്ര പൊസിഷനിലേ ഉള്ളൂ. ഡേവിഡിന് ഒന്നെങ്കിൽ ഇവിടെ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഡേവിഡിന് എവിടെ വരാം? ഈ പൊസിഷനിൽ വരാം. എന്നാലല്ലേ ഇടയ്ക്ക് ഒരാളിന് ഇരുത്താൻ പറ്റുള്ളൂ. ഇനി അടുത്ത് ഫിറോസ് എന്ന് പറയുന്ന ആള് ബിനോയുടെ ലെഫ്റ്റിലിരിക്കുന്നു. ഇപ്പൊ ബിനോയ് ഇവിടെ ഇരിക്കുന്നു. ബിനോയ് ഫേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടാണ് ബിനോയ് ഫേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതായിട്ട് ആലോചിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും നിങ്ങളുടെ ലെഫ്റ്റ്. അപ്പൊ ബിനോയുടെ ലെഫ്റ്റ് ആയിട്ടാണ് ഫിറോസ് ഇരിക്കുന്നത്. കൂടാതെ ഒരു കാര്യം കൂടെ പറയുന്നത്, ചയ്യ ഇരിക്കുന്നത് അതുലിനും ഫിറോസിനും ഇടയ്ക്കാണ്. അതുൽ ഇവിടെ, ഫിറോസ് ഈ രണ്ട് പൊസിഷനിലെങ്കിലും ഒന്നാവാം. അതിനിടയ്ക്ക് ചയ്യ വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരിക്കലും ഡേവിഡിന് ഇരിക്കാൻ പറ്റത്തില്ല. ഈ പൊസിഷനിൽ ആരിരിക്കും? ഫിറോസ് ഇരിക്കും. ഈ പൊസിഷനിൽ ഫിറോസ് ഇരിക്കും. അതുലിനും ഫിറോസിനും ഇടയ്ക്ക് ആരിരിക്കും? ചയ്യ ഇരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഡേവിഡിന്റെ പൊസിഷൻ ഇവിടെ നമ്മൾ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ളത് ആരാണ്? ഇവിടെ ഉള്ളത് ഏലിയാസ് ആണ്. ഇപ്പൊ ഈ സെന്റൻസ് കൂടെ ശരിയായല്ലോ. അതുലിനും ഡേവിഡിനും ഇടയ്ക്ക് ആര് വരും? ഏലിയാസും വരും. അപ്പൊ നമ്മളുടെ ഇവിടെ ഉള്ള ചോദ്യം ബിനോയ്ക്കും ഏലിയാസിനും ഇടയിൽ ആരായിരിക്കും ഇരിക്കുക എന്നാണ്. ഇവിടെ ക്ലിയർ ആയി. ബിനോയ് ഇവിടെ, ഏലിയാസ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ ഇരിക്കുന്നത് ഡേവിഡ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ശരിയായ ഉത്തരം. അവസാനത്തെ ചോദ്യം, ഇതൊരു നമ്പർ സീരീസ് ആണ്. നമുക്കിവിടെ ഒരു പ്രത്യേകത നോക്കാം. ഈ 1നെ നമുക്ക് 1ന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം.
വേണമെങ്കിൽ അടുത്ത ഒന്നിന് നമുക്ക് ഒന്നിന്റെ ക്യൂബായിട്ട് എഴുതുന്നതിനും പ്രശ്നമില്ല. അതെന്തുകൊണ്ടാണ് സ്ക്വയർ ആയിട്ടും ക്യൂബായിട്ടും എഴുതിയത് നമുക്ക് നോക്കാം. ഈ 2നെ എങ്ങനെ എഴുതാം? 2⁻1 എന്ന് എഴുതാം, 4നെ 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം, 8നെ 2ന്റെ ക്യൂബ് എന്ന് എഴുതാം. ഇത്രയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നേരെ അടുത്ത് വരുന്നത് 12ആണ്. 12നെ 12⁻1 എന്ന് എഴുതുന്നതിനും കുഴപ്പമില്ല. ഇവിടെ 1 1 ഉണ്ട്. ഈ ഒന്നിനെയും എന്ത് ചെയ്താൽ നമുക്ക് 2 കിട്ടും? 1 1 അടുത്തടുത്ത പദങ്ങൾ കൂട്ടുമ്പോൾ നമുക്കിവിടെ 2 കിട്ടി. ഈ 2നെ ഞാൻ 2⁻1 എന്ന് എഴുതി. അടുത്ത് ആ കിട്ടിയ 2ന്റെ സ്ക്വയർ എടുത്തു, 2ന്റെ സ്ക്വയർ ശേഷം 2ന്റെ ക്യൂബ്. ഇനി അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് 12ആണ്. അപ്പം 3 സംഖ്യകൾക്ക് ഒരേപോലെ പ്രോപ്പർട്ടി, 2⁻1, 2ന്റെ സ്ക്വയർ, 2ന്റെ ക്യൂബ്, ഈ രീതിയിൽ എഴുതി വരുന്നു. അടുത്ത് 12 കിട്ടുകയാണെങ്കിൽ 8ഉം 4ഉം കൂടെ ഉള്ളത് കൂട്ടുക, 8ഉം 4ഉം കൂടി 12. അടുത്ത് നമുക്ക് തന്നിരിക്കുന്ന 12⁻1, അത് 12, പിന്നെ അടുത്ത് 12ന്റെ സ്ക്വയർ, പിന്നെ വീണ്ടും 12ന്റെ ക്യൂബ്. അപ്പൊ എല്ലാം നമുക്ക് മനസ്സിലായി. ക്യൂബിൽ വരുമ്പോഴത്തേക്കും ആ ടേമുകൾ അവസാനിക്കും. ഇവിടെ 2⁻1, 2ന്റെ സ്ക്വയർ, 2ന്റെ ക്യൂബ് അങ്ങനെ അവസാനിച്ചു. എന്നിട്ട് അവസാന 2 പദങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടിയാണ് എടുക്കുക. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 12ന്റെ ക്യൂബായി 1728. ഈ 1728നോട് തൊട്ട് മുമ്പിലത്തെ പദം കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് അടുത്ത പദം കിട്ടുക. അതായത് 1728 പ്ലസ് 144. 8 4 12, 4 2 6 1 7, 7 1 8, 1 8 7 2. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും. അപ്പൊ ഇതാണ് KS ചോദിച്ച 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളെല്ലാം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.